അങ്ങനെ ഇപ്പോൾ സിറ്റിയിൽ ടു ഫേസുമായുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നുവെങ്കിലും അവിടെ ഇപ്പോൾ വേറെ വലിയൊരു പ്രശ്നമുണ്ടാകുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റ്മാൻ്റെ കൂട്ടുകാരനായ കമ്മീഷണർ ഗോർഡൻ ആ മ്യൂട്ടൻസ് എന്ന ക്രിമിനൽ ഗ്യാങ്ങിനെ ശക്തമായി എതിർക്കുന്നതിനാൽ മ്യൂട്ടൻസ് ഗോർഡോനെ കൊല്ലുമെന്ന് പബ്ലിക്കായി പറഞ്ഞിരുന്നു. പക്ഷേ ഗോർഡൻ അതൊന്നും കേട്ട് ഒട്ടും പേടിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കമ്മീഷണർ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വീട്ടുസാധനങ്ങൾ മേടിക്കുവാനായി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് മ്യൂട്ടൻസ് ഗ്യാങ്ങിലുള്ള ഒരുത്തൻ ഗോർഡോനെ കൊല്ലാനായി ഒരു തോക്കുമായി അങ്ങോട്ട് വന്ന് കമ്മീഷണറിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ഗോർഡോൺ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. മാത്രമല്ല നമ്മുടെ കമ്മീഷണർ ഗോർഡോൺ ആ മ്യൂട്ടൻറ്റിനെ തിരിച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്മീഷണർ ആ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ള ഒരുത്തനെ കൊന്നത് പുറത്ത് വലിയ വാർത്തയായി മാറുകയാണ്. അങ്ങനെ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഈ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ള വേറെ കുറേ എണ്ണം ഒരു പണക്കാരൻ്റെ ചെറുക്കനെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് നമ്മുടെ ബാറ്റ്മാൻ അവരെ കണ്ടെത്തി അവന്മാർക്കിട്ടെല്ലാം നല്ല അടി കൊടുത്ത് ആ ചെറുക്കനെ രക്ഷിക്കുന്നു. ഇപ്പോൾ ബാറ്റ്മാനും കമ്മീഷണർ ഗോർഡോണും തൻ്റെ ഗ്യാങ്ങിനെതിരെ ചെയ്തതെല്ലാം അറിഞ്ഞ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിൻ്റെ ലീഡർ തൻ്റെ കുറേ ആളുകളെ ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടിയിട്ട് അവരോട് നമ്മൾ ഇന്ന് തന്നെ ഗോതം സിറ്റിയെ പിടിച്ചെടുക്കണമെന്നും നമ്മുടെ കൂടെയുള്ള ഒരുത്തനെ കൊന്ന ആ കമ്മീഷണറിനെ ഇഞ്ചിഞ്ചായി ആദ്യം കൊല്ലണമെന്നും അത് തടയുവാനായി ബാറ്റ്മാൻ വന്നാൽ അവന് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണമെന്നും അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് തന്നെ ഈ ഗോതം സിറ്റിയെ കീഴടക്കണമെന്ന് ലീഡർ മറ്റുള്ളവരോട് പറഞ്ഞതും ബാക്കിയുള്ളവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു ടാങ്ക് ഓടിച്ചുകൊണ്ട് നമ്മുടെ ബാറ്റ്മാൻ വരുന്നു. എന്നിട്ട് അവരോട് മര്യാദയ്ക്ക് കീഴടങ്ങാനും ഇല്ലെങ്കിൽ എനിക്ക് ഇടപെടേണ്ടി വരുമെന്നും ബാറ്റ്മാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ആ മ്യൂട്ടൻ്റ് ലീഡർ തൻ്റെ ഗ്യാങ്ങിനോട് ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞതും അപ്പോൾ തന്നെ മ്യൂട്ടൻ്റ് ഗ്യാങ് തോക്കുകൾ ഉപയോഗിച്ച് ബാറ്റ്മാൻ്റെ ടാങ്ക് തകർക്കാൻ നോക്കിയാണ്. പക്ഷെ അവർ എത്ര ശ്രമിച്ചിട്ടും ആ ടാങ്കിലൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ അവർക്കിട്ടെല്ലാം വെടിവെക്കുകയാണ്. ബാറ്റ്മാൻ ആ ടാങ്ക് ഉപയോഗിച്ച് മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ള ആളുകൾക്കിട്ടെല്ലാം തുരുതുര വെടിവെച്ചതും ആ ഗ്യാങ്ങിലുള്ള എല്ലാവരും വെടിയേറ്റ് താഴെ വീഴുകയാണ്. പക്ഷെ അവരാരും മരിക്കുന്നൊന്നുമില്ല. കാരണം ബാറ്റ്മാൻ അവർക്കിട്ട് വെടിവെക്കാൻ ഉപയോഗിച്ചത് വെറും റബ്ബർ ബുള്ളറ്റാണ്. അങ്ങനെ ഇപ്പോൾ ബാറ്റ്മാൻ തൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും വീഴ്ത്തിയത് കണ്ടതും മ്യൂട്ടൻ്റ് ലീഡർ ധൈര്യമുണ്ടെങ്കിൽ വണ്ടിക്കകത്തിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി നേർക്കുനേർ നിന്ന് തന്നെ അടിച്ചു വീഴ്ത്തുവാൻ ബാറ്റ്മാനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ബാറ്റ്മാൻ സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ ആ വണ്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലീഡറുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ബാറ്റ്മാൻ ആദ്യമൊക്കെ ആ ലീഡറുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബാറ്റ്മാനെ ആ മ്യൂട്ടൻ്റ് ലീഡർ അടിച്ചു വീഴ്ത്തുകയാണ്. കാരണം ബാറ്റ്മാന് വയസ്സായതുകൊണ്ട് തന്നെ പഴയതുപോലെ സ്പീഡൊന്നും പുള്ളിക്കാരൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലീഡർ ബാറ്റ്മാൻ്റെ ഒരു കൈ തല്ലി ഒടിച്ച് ബാറ്റ്മാനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഇപ്പോൾ ബാറ്റ്മാനെ കൊല്ലുവാനായി ഒരു കത്തി പോലത്തെ സാധനം ഉപയോഗിച്ച് കുത്താൻ വേണ്ടി പോയതും പെട്ടെന്ന് ആ ലീഡറിനെ റോബിനെ പോലെ ഡ്രസ്സ് ധരിച്ച ഒരു പെൺകൊച്ച് വന്ന് തടയുകയാണ്. ആ പെൺകൊച്ച് ലീഡറിൻ്റെ തോളത്ത് ചാടിക്കയറി പുള്ളിക്കാരൻ്റെ കണ്ണിനിട്ട് കുത്തുകയാണ്. അന്നേരം തന്നെ ബാറ്റ്മാൻ ഒരു ഡിവൈസ് ലീഡറിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതും ലീഡറിൻ്റെ മുഖത്ത് മുഴുവൻ പശ പോലെ എന്തോ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണ്. അത് മുഖത്തു നിന്നും പറിച്ചെടുക്കാനാവാതെ ബോധം പോയി ലീഡർ താഴെ വീഴുന്നു. അപ്പോൾ തന്നെ വയ്യാതിരിക്കുന്ന ബാറ്റ്മാനെ റോബിനെ പോലെ ഡ്രസ്സ് ധരിച്ച ആ പെൺകൊച്ച് ബാറ്റ്മാൻ്റെ വണ്ടിക്കുള്ളിലേക്ക് കയറ്റുകയാണ്. കൂടെ പുള്ളിക്കാരിയും ആ വണ്ടിക്കുള്ളിൽ കയറുന്നു. അന്നേരം തന്നെ ബാറ്റ് കേവിലിരിക്കുന്ന ആൽഫ്രഡ് ആ വണ്ടി തിരിച്ച് ബാറ്റ് കേവിലേക്ക് വരുത്തുകയാണ്. ഇപ്പോൾ ബാറ്റ്മാനെ സഹായിച്ച ഈ പെൺകൊച്ചിൻ്റെ പേരാണ് കേറി കെല്ലി. പുള്ളിക്കാരി ബാറ്റ്മാൻ്റെ വലിയൊരു ഫാനാണ്. ബാറ്റ്മാൻ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ബാറ്റ്മാനെ പോലെ ജനങ്ങളെ രാത്രിയിൽ സഹായിക്കുവാനായി പുള്ളിക്കാരി റോബിനെ പോലെ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ മ്യൂട്ടൻ്റ് ലീഡറിൻ്റെ മീറ്റിങ്ങിനെ പറ്റി അറിഞ്ഞതും ആരും കാണാതെ പുള്ളിക്കാരി അവിടെ ചെന്നതും എന്നിട്ട് ബാറ്റ്മാനെ രക്ഷിച്ചതും. അങ്ങനെ ഇപ്പോൾ ബാറ്റ്മാൻ ഈ കേരിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. കാരണം പുള്ളിക്കാരിക്ക് നല്ല ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ റോബിനെ പോലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടുമാണ് ബാറ്റ്മാൻ ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല ഇപ്പോൾ ബാറ്റ്മാൻ താൻ ആരാണെന്നുള്ള രഹസ്യം വരെ ആ പെൺകൊച്ചിനോട് പറയുന്നു. പുള്ളിക്കാരിക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാനും ബാറ്റ്മാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ബാറ്റ്മാൻ കാരണം പോലീസ് കുറേ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ളവരെയും പിന്നെ ആ ലീഡറിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് പുറത്തുള്ള ബാക്കി മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ളവർ ഇപ്പോൾ ഈ ഗോതം സിറ്റിയെ ഞങ്ങൾ ആക്രമിക്കുമെന്നും ലീഡറിനെ പുറത്തിറക്കുമെന്നും അങ്ങനെ ഈ ഗോതം സിറ്റിയെ കീഴടക്കുമെന്നും ലൈവായി ജനങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കേട്ട് സിറ്റിയുടെ മേയർ തന്നെ പേടിച്ചു പോകുന്നു. മേയർ ജനങ്ങളോട് ഇതിനെല്ലാം കാരണം ബാറ്റ്മാനും കമ്മീഷണർ ഗോർഡോണുമാണെന്നും പക്ഷെ ആരും പേടിക്കണ്ട എന്നും ഈ മ്യൂട്ടൻസിൻ്റെ യുദ്ധം തുടങ്ങാതിരിക്കുവാനായി താൻ മ്യൂട്ടൻ്റ് ലീഡറിനോട് സംസാരിക്കാമെന്നും മേയർ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ മേയർ ജയിലിലുള്ള ലീഡറിൻ്റെ അടുത്തേക്ക് സമാധാന ചർച്ചയ്ക്ക് ചെന്നതും അപ്പോൾ തന്നെ ആ ലീഡർ മേയറിനെ കൊല്ലുകയാണ്. ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ വെച്ച ലീഡർ മേയറിനെ കൊന്നത് കറിഞ്ഞ് ജനങ്ങളെല്ലാം ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ ഇപ്പോൾ മേയറിൻ്റെ സ്ഥാനത്തുള്ള ഡെപ്യൂട്ടി മേയർ മ്യൂട്ടൻ്റ് ലീഡർ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും പക്ഷെ ഞങ്ങൾ അതൊക്കെ ക്ഷമിക്കാമെന്നും ദൈവത്തെ ഓർത്ത് മ്യൂട്ടൻ്റ് ഗ്യാങ് ഈ സിറ്റി ആക്രമിക്കരുതെന്നും പുള്ളിക്കാരൻ ന്യൂസിലൂടെ പറയുകയാണ്. ഇപ്പോൾ ഈ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിനെയും ലീഡറിനെയും ഗോതം സിറ്റിയിലുള്ള ആളുകളെല്ലാം വളരെയധികം പേടിക്കുന്നുണ്ടെങ്കിലും അവരെ ആരെയും പേടിക്കാത്ത ഒരാൾ ആ സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ബാറ്റ്മാനാണ്. പുള്ളിക്കാരൻ ഈ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിൻ്റെ യുദ്ധം തടയുവാനായി ഒരു പ്ലാൻ തന്നെ ഇപ്പോൾ കയ്യിലുണ്ട്.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ തൻ്റെ പുതിയ റോബിൻ അഥവാ പെൺകൊച്ചിലെ കേറി അവളെ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ളവരെ പോലെ ആക്കി മാറ്റി ആ പെൺകൊച്ചിനെ പുറത്തുള്ള മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ള 2 പേരുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഇപ്പോൾ മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ള 2 പേരുടെ അടുത്തെത്തിയതും കേറി ഇവിടെ അടുത്തുള്ള ഒരു പൈപ്പ് ലൈനിൽ നമ്മുടെ ലീഡറുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം നടക്കുന്നുണ്ടെന്ന് അവരോട് പറയുകയാണ്. അത് കേട്ടതും ആ മ്യൂട്ടൻറ്റുകൾ ആ കാര്യം ബാക്കിയുള്ള മ്യൂട്ടൻസിനോട് പറയുന്നു. അങ്ങനെ പുറത്തുള്ള മ്യൂട്ടൻസ് എല്ലാം ആ പൈപ്പിൻ്റെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയുവാനായി അങ്ങോട്ട് ചെല്ലുകയാണ്. ഇപ്പം മ്യൂട്ടൻസ് എല്ലാം ആ പൈപ്പിൻ്റെ അങ്ങോട്ട് പോയതും അപ്പോൾ തന്നെ ബാറ്റ്മാൻ കമ്മീഷണർ ഗോർഡോണെ വിളിച്ച് താൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ഗോർഡോൺ ആ മ്യൂട്ടൻ്റ് ലീഡറിനെ പിടിച്ചിട്ടിരിക്കുന്ന സെല്ല് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ തൻ്റെ സെല്ല് തന്നെ ഓപ്പൺ ആയത് കണ്ടതും അപ്പോൾ തന്നെ മ്യൂട്ടൻ്റ് ലീഡർ സെല്ലിൽ നിന്നും പുറത്തു വന്ന് അവിടെയുള്ള ഒരു ടണൽ വഴി ജയിലിൽ ചാടുവാൻ നോക്കിയാണ്. ഇപ്പോൾ ആ ടണൽ വഴി മ്യൂട്ടൻ്റ് ലീഡർ എത്തുന്നത് ഒരു വലിയ പൈപ്പിൻ്റെ അകത്താണ്. ആ പൈപ്പിൻ്റെ പുറത്ത് ഇപ്പോൾ തൻ്റെ ഗ്യാങ് വന്ന് നിൽക്കുന്നത് കണ്ട് ലീഡറിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ പൈപ്പിൻ്റെ കാര്യമാണ് കേറി ആ മ്യൂട്ടൻസിനോട് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ലീഡറിനെ നമ്മുടെ ബാറ്റ്മാൻ അവിടെ നിന്ന് അടിച്ച് പുറത്തുള്ള ചെളിക്കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. അപ്പോൾ തന്നെ ലീഡർ ധൈര്യമുണ്ടെങ്കിൽ നേർ വരുവാൻ ബാറ്റ്മാനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബാറ്റ്മാൻ ആ ചെളിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല ഫൈറ്റിൻ്റെ ഇടയിൽ ലീഡർ നിനക്കന്ന് തൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടിയതല്ല എന്നും നിനക്ക് തൻ്റെ അത്രയും വേഗതയില്ല എന്നും ബാറ്റ്മാനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ചെളിക്കുഴിയിൽ നിനക്കും എനിക്കും ഒരേ വേഗതയാണെന്നും അതുകൊണ്ട് ഇപ്പം നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കാൻ ബാറ്റ്മാൻ ലീഡറിനോട് പറയുകയാണ്. അത് കേട്ടതും ലീഡർ ബാറ്റ്മാനെ അടിച്ചു വീഴ്ത്തുവാൻ നോക്കുന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ലീഡറിന് അതിന് സാധിക്കുന്നില്ല. നമ്മുടെ ബാറ്റ്മാൻ വളരെ സിമ്പിളായി ലീഡറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ബാറ്റ്മാൻ്റെ ഫൈറ്റൊക്കെ കണ്ട് അവിടെയുള്ള മ്യൂട്ടൻ്റ് ഗ്യാങ്ങിലുള്ളവർ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ അവസാനം നമ്മുടെ ബാറ്റ്മാൻ മ്യൂട്ടൻ്റ് ലീഡറിനെ അടിച്ച് തോൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ ബാറ്റ്മാൻ്റെ ചുറ്റും മ്യൂട്ടൻ്റ് ഗ്യാങ് വരികയാണ്. പക്ഷെ അവർ വന്നിരിക്കുന്നത് ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയല്ല, പകരം അവരുടെ പുതിയ ലീഡറിനെ അടുത്തു നിന്ന് കാണുവാൻ വേണ്ടിയാണ്. അതെ, ഇപ്പോൾ അവരെല്ലാം ബാറ്റ്മാൻ്റെ വലിയ ഫാനായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല പിന്നീട് അവരെ മ്യൂട്ടൻസ് എന്നുള്ള പേര് ഞങ്ങൾ ഉപേക്ഷിച്ചുവെന്നും ഇനി മുതൽ ഞങ്ങൾ ബാറ്റ്മാൻ്റെ മക്കളാണെന്നും ന്യൂസിലൂടെ ജനങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ഇവരുടെ എല്ലാം ലീഡറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ മ്യൂട്ടൻസ് ഗോതം സിറ്റിയെ കീഴടക്കാൻ വേണ്ടി നടത്താനിരുന്ന ആ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ബാറ്റ്മാൻ്റെ പ്ലാൻ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.